ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മലയാളമാണ് കേട്ടോ. കേരള പാഠാവലിയിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തൂല്ലേ. എന്താണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു അവിടെ? മണ്ണിൻ്റെ കിനാവുകൾ പഠിച്ചു, പിന്നെ കാട്ടിലെ മഴ, അതൊക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, നമ്മൾ ടീച്ചർ 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് അടുത്ത് നോക്കുന്നത്? നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കുക കഴിഞ്ഞു കേട്ടോ. കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് കേട്ടോ. ഡേസി ചെടി എന്താണ് നമുക്ക് നോക്കാം. നാട്ടിൻപുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. എന്താണ് നാട്ടിൻപുറത്ത്? പാതയോരം എന്ന് പറഞ്ഞാൽ വഴിയിൽ അല്ലേ, വഴിയുടെ അടുത്ത് എന്താണ് ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു നല്ല പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. എന്താണ്? ചുറ്റും വേലി കെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ച പുല്ലുകൾക്കിടയിലായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു. എന്താണ്? ഒരു കുഴിയുടെ വക്കത്ത് പച്ച പുല്ലുകൾക്കിടയിലായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. എന്താണ്? നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് എന്തായി? അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂ വിടർന്ന് നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. കണ്ടോ ഈ ചെടി? പൂ കണ്ടോ നിങ്ങള്? ഇതാ കണ്ടില്ലേ? എന്താണ്? ഈ സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ എന്താക്കി? അതിലൊരു പൂ വിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവാണ് അല്ലെ. പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡേസി ചിന്തിച്ചില്ല. പുല്ലിനടിയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡേസി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു അല്ലെ. എന്താണ്? ഈ പുല്ലിനിടയിലാണ് ഇത് വളരുന്നത് അല്ലെ. പിന്നെ തന്നെ ആരും കാണില്ലല്ലോ എന്നൊന്നും ഡേസി ചിന്തിച്ചിട്ടൊന്നുമില്ല അല്ലെ. അവള് എന്താണ് നല്ല തൃപ്തിയോട് കൂടി തന്നെ എന്താണ് അവള് സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. വാനമ്പാടി പറഞ്ഞ പാട്ട് പാടുന്നൊരു പക്ഷി അല്ലെ. പൂ എന്താ വിചാരിച്ചു നോക്കുക? പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് അല്ലെ. അവൾ അങ്ങനെയാണ് ചിന്തിച്ചല്ലേ. പൂ ചിന്തിച്ച് അങ്ങനെയാണ് അല്ലെ. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നുണ്ട്, കാറ്റ് എനിക്ക് ഉമ്മ തരുന്നുണ്ട്, ഞാൻ എത്രമാത്രം എന്താ, പിന്നെ അതുപോലെ എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അല്ലെ. അപ്പം ഞാൻ എന്താ ഭയങ്കര അനുഗ്രഹീതയാണെന്നാണ് ഈ പൂ വിചാരിക്കുന്നത് അല്ലെ. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. പൂന്തോട്ടത്തിൽ എന്താണ് പല ചെടികളും എന്താണ് അഹന്തയോടുകൂടി, അഹങ്കാരത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. എന്താണ്? സ്മെല്ലില്ലാത്ത പൂക്കളുണ്ട് അല്ലെ, അത് സ്മെല്ല് കുറഞ്ഞവയ്ക്ക് എന്താ ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുകയാണ് അല്ലെ. നിറമുള്ളതുണ്ട്, പിന്നെ വലിപ്പമുള്ളതൊക്കെ ഉണ്ട് അല്ലെ. ഒക്കെ എന്താ തമ്മിൽ മത്സരിച്ചിട്ട് തന്നെ നോക്കണം എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുകയാണ് അല്ലെ. വേലിക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല. വേലിക്ക് സമീപമുള്ള ഈ ഡേസി ചെടീനെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചു കൊണ്ട് താഴെ ഇറങ്ങി. ഒരു വാനമ്പാടി എന്താക്കി? ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് താഴെ ഇറങ്ങി അല്ലെ. പറന്നു വന്നിറങ്ങി. അത് പറന്നു വന്നത് ഡേസിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. അത് പറന്നു വന്നവിടെ ആ ഡേസിന്റെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. വാനമ്പാടി എന്താക്കിയത്? പാട്ട് പാടിയിട്ട് വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് എന്താക്കി നൃത്തം ചെയ്തു അല്ലെ. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്ത് മാർദ്ദവമുള്ള പുല്ല്, സ്വർണ്ണ ഹൃദയവും വെള്ളി ഉടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചു പൂവ്. ഡേസിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി, എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു അല്ലെ. അപ്പൊ എന്താണ്? ആ പുല്ലിലേക്ക് ആ വാനമ്പാടി പക്ഷി ഇറങ്ങി വന്നിട്ട് അത് ഇങ്ങനെ നൃത്തം ചെയ്തില്ല. എന്നിട്ട് പറയാണ്, സ്വയം പറയാണല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുല്ലാണ് അല്ലെ, മാർദ്ദവമുള്ള പുല്ലാണ്, സ്വർണ്ണ ഹൃദയവും വെള്ളിയെടുപ്പുമുള്ള ഒരു മനോഹരമായ കൊച്ചു പൂവ് അല്ലെ. ഡേസിനെ കുറിച്ചാണ് പറഞ്ഞേ അല്ലെ. അപ്പൊ ഡേസിയുടെ സന്തോഷത്തിന് അതിരില്ല അല്ലെ. പറഞ്ഞേ കേട്ടിട്ട് പക്ഷിയെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തിട്ട് എന്താക്കി? പാട്ട് പാടി എന്നിട്ട് ആകാശത്തേക്ക് പറന്നുയർന്നു അല്ലെ. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. ഒരു നാണം ഉണ്ട് അല്ലെ. പിന്നെ നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി അല്ലെ. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യല്ലേ, ദേഷ്യം കൊണ്ട് ചുവന്നു അല്ലെ. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു അല്ലെ. ചിലർക്ക് അസൂയ കൊണ്ട് മൈൻഡ് ചെയ്തില്ല. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേസിക്ക് സന്തോഷം തോന്നി അല്ലെ. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിൽ എന്താണ്? ഡേസിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്തായി?
അവള് ആ പൂവിന്റെ ഇതളുകളൊക്കെ മടക്കി ഉറക്കമായി. നമ്മൾ കണ്ടില്ലേ പൂവുകളൊക്കെ ഇങ്ങനെ ഇതളുകളൊക്കെ മടക്കി രാത്രി ഒന്ന് നോക്കുകയുണ്ട്. സൂര്യാസ്തമിച്ചതിന് ശേഷം ചില പൂവും അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ മടങ്ങി നിൽക്കും അല്ലേ. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. രാത്രി മുഴുവൻ എന്തായി? അവൾ സൂര്യനെയും വാനമ്പാടിയാണ് സ്വപ്നം കണ്ടത്. അപ്പൊ രാത്രി ഉറങ്ങിയപ്പോ എന്താണ്? രാത്രി മുഴുവൻ അവൾ എന്താ? സൂര്യനെയും വാനമ്പാടിയും ഒക്കെ സ്വപ്നം കണ്ടു അല്ലെ. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ട്. എന്താണ്? പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു അല്ലെ. പക്ഷെ അതിന്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. പിറ്റേന്ന് എന്താക്കി? ഈ വാനമ്പാടിന്റെ ശബ്ദം കേട്ടപ്പോ എന്താണ്? അതിന്റെ പാട്ട് ദുഃഖമായിരുന്നു അല്ലെ, സങ്കടത്തോടു കൂടിയുള്ളതായിരുന്നു. അതിന് കാരണവും ഉണ്ടായിരുന്നു. എന്താണ്? ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ച് കൂട്ടിലാക്കി അല്ലെ. ഒരു വാനമ്പാടിയിൽ എന്താക്കി? ഒരാൾ പിടിച്ച് കൂട്ടിലാക്കി. സ്വാതന്ത്ര്യവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവെയിലിലെ ധാന്യമണികളെ കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു അല്ലെ. അപ്പൊ അതിന് എന്താണ്? പറന്ന് കളിക്കാനൊന്നും കഴിയില്ലല്ലോ. നമ്മളെയൊക്കെ എന്താണ് ഒരു കൂട്ടിലാക്കിയുള്ള ഒരവസ്ഥ എന്താണ്? നമ്മൾ വേണ്ട കൂട്ടിലല്ല, നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവൂലേ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടൂല അല്ലേ. സ്വാതന്ത്ര്യം കിട്ടൂല എന്ത്? വീടിൻ്റെ ഉള്ളിൽ തന്നെ ആവുമ്പോൾ അല്ലേ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നമ്മളെ ഇഷ്ടത്തിന് നടക്കുമ്പോഴല്ലേ നമ്മൾ സന്തോഷവും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതിന്റെ സഞ്ചാരത്തെക്കുറിച്ചും പച്ച വെയിലിലെ ധാന്യമണികളെ കുറിച്ചും ഒക്കെ എന്താ ഓർത്ത് പക്ഷി വിലപിച്ചു, സങ്കടപ്പെട്ടു അല്ലെ. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ എന്താക്കി? ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്നു. ഡെയ്സി ചെടി എന്താക്കി? പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്ന് സൂര്യന്റെ ഇളംചൂടും തന്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു. തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. അപ്പൊ എന്തായി? ഈ സ്വന്തം കാര്യം കുറിച്ച് എന്താണ്? ഇപ്പൊ ഡെയ്സി ചെടിയൊക്കെ മറന്നില്ല, തന്റെ സൗന്ദര്യവും ഒക്കെ മറന്ന്, പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്ന്, സൂര്യന്റെ ഇളംചൂടും തന്റെ ഇതളുകളുടെ ഭംഗിയൊക്കെ മറന്നു അല്ലെ. ഈ തടവിലാക്കപ്പെട്ട ഈ പക്ഷിയെ കുറിച്ച് മാത്രമായി ഡെയ്സി ചെടിയുടെ ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി അല്ലെ. എന്താണ്? തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. അപ്പൊ എന്താണ്? ആ കിളീനെ, ആ വാനമ്പാടിനെ എന്താണ്? തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി അല്ലെ. ഡെയ്സി ചെടിക്ക് തോന്നി. ആ സമയം രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി. ആ സമയം എന്താക്കി? രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി അല്ലെ. അവർ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. എന്താണ്? അവര് ഡെയ്സിക്ക് ചുറ്റും എന്തായി? ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. എന്താണ്? ആ പുൽത്തകിടിയോടൊപ്പം എന്താക്കി? ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. ആ ഡെയ്സിനെ ആ കൂട്ടിലിട്ട് അല്ലെ. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റിയോർത്ത് കരഞ്ഞു ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു അല്ലെ. കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു. എന്താണ്? വാനമ്പാടി ഇങ്ങനെ കരഞ്ഞു പറഞ്ഞില്ല, ഇവിടെ തുള്ളി വെള്ളമില്ല. ആശ്വാസത്തിന് എന്താക്കി? തണുത്ത പുല്ലിൽ കിളി എന്താക്കി? ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ച് പറഞ്ഞു. പാവം പൂവേ, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിന് പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. എന്താണ്? എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിന് പകരം എന്താ? നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ്. ഒരു പുൽനാമ്പ് എന്താ? എനിക്കിപ്പോ വലിയ മരമാണ് അല്ലെ. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി, എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിന്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചാഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിന്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. എന്താണ്? ആരും വെള്ളം വലിയ കാര്യത്തിൽ കൂട്ടിലൊക്കെ അടച്ചു, പക്ഷെ വെള്ളം ആരും കൊണ്ടെടുത്തില്ല കിളിക്കില്ലേ. അങ്ങനെ ചിറകുകൾ വിടർത്തി എന്താക്കി? അത് ഭ്രാന്തമായി പിടഞ്ഞില്ല. അതിന്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചാഞ്ഞ് ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിന്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ എന്താക്കി? ഇതളുകൾ മടങ്ങി ഉറങ്ങാൻ പറ്റിയതുമില്ല. രണ്ട് കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് പിന്നെ എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി എന്താക്കി? അവർ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? കിളിക്ക് ജീവനുള്ള സാധനമല്ലേ, അപ്പൊ അതിന് വെള്ളമൊക്കെ കൊടുക്കണ്ടേ. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി.
തട്ട് ഡേസിച്ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെ കുറിച്ച് ആരും ഓർത്തില്ല. അപ്പൊ എന്താണ്, 2 കുട്ടികളും പിന്നെ പിറ്റേന്ന് രാവിലെ എത്തിയല്ലേ, ഈ മരിച്ചു കിടക്കുന്ന കിളീനെ നോക്കി എന്താക്കി, അത് അവര് വിലപിച്ചു അല്ലെ. ഒരു ശവക്കുഴി ഉണ്ടാക്കി അതെന്താക്കി, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ശവക്കുഴി ഉണ്ടാക്കിയിട്ട് എന്താണ്, അത് പൂക്കൾ കൊണ്ടിട്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരവും നടത്തി. പിന്നെ പുൽത്തട്ട് എന്താണ്, ഡേസി ചെടിയോടൊപ്പം എന്താക്കി അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കൂട്ടിൽ ഡൈനിയ പുൽത്തട്ട് എന്താക്കി, വലിച്ചെറിഞ്ഞില്ലേ, ഡേസിയും അതിൽ പെട്ട് അല്ലെ. പക്ഷിയെ സ്നേഹിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഈ പാവം പൂവിനെ കുറിച്ച് ആരും ഓർത്തിട്ടുമില്ല. ആൻഡേഴ്സൺ കഥകളിൽ നിന്ന് വിവർത്തനം എ വിജയനാണ് കേട്ടോ. ഓക്കെ, കഥയോടൊപ്പം കഥ 1-2 തവണ മൗനമായി ഒന്ന് വായിക്കുക നിങ്ങൾ കേട്ടോ. ആദ്യം എന്താ, കഥ 1-2 തവണ അങ്ങനെ മൗനമായി വായിക്കുക. പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കുകയും ചെയ്യാം. ഇനി വരികൾക്കിടയിൽ, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? വാനമ്പാടി അല്ലെ. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? ആ കൂട്ടിലിട്ട ടൈമിൽ അല്ലെ. ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കുക. ഈ വാക്യങ്ങളിൽ നിങ്ങൾ മനസ്സിലായത് എന്താണ് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട് അല്ലെ. കണ്ടെത്തി അവയെ കുറിച്ചും എഴുതാം. പ്രകൃതി പാഠങ്ങൾ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് അല്ലെ. എന്താണ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്? എന്താണ്? പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. എന്താണ്? മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ട എന്താ? പ്രകൃതിയുടെ സൗന്ദര്യമാണ് അല്ലെ. പിന്നെ കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പ് മറ്റേ ചാപ്റ്ററിലെ 2ാമത്തേതിൽ എന്താണ്? അനുഭവക്കുറിപ്പിലൂടെ എന്താ? മഴയുടെ സൗന്ദര്യം നമ്മൾ കണ്ടു അല്ലെ. ഇനി ഡേസി ചെടി എന്ന പാഠത്തിലോ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കണ്ടു അല്ലെ. അപ്പൊ 3ന്റെയോ ഇതാണ് അല്ലെ. ഈ 3 പാഠങ്ങൾ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഇനി പദപരിചയം നോക്കൂ, മീനിങ് ആണ് കേട്ടോ. അതിദ്രുതം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വേഗത്തിൽ അല്ലെ. അനുഗ്രഹീത എന്താ? അനുഗ്രഹം ലഭിച്ചവൾ. അഭിമുഖം, മുഖത്തിന് നേരെ. അറുത്തെടുക്കുക, മുറിച്ചെടുക്കുക. അഹന്ത, അഹങ്കാരം. ആർഭാടം, ആഡംബരം അല്ലെ. ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓമൽ കിനാവ്, കൗതുകമുള്ള സ്വപ്നം. കന്നിമയ, ആദ്യത്തെ മഴ. കലപിലാരവം, കലപില ശബ്ദം. കുരുത്ത, ഉണ്ടായ, മുളച്ചു വന്ന. ചാർത്തുക, അലങ്കരിക്കുക, അണിയുക. ചെന്താരുകൾ, ചുവന്ന പൂക്കൾ. ചേറ്റി, വിതറി, പരത്തി. തൂമ, ഭംഗി, വെളുപ്പ്. നീർക്കണം, വെള്ളത്തുള്ളി. നുകർന്ന, ആസ്വദിച്ച. നെടുവീർപ്പ്, നീണ്ട ശ്വാസം വിടൽ. പകിട്ട്, മോടി, തിളക്കം. പരിഭവം, സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. പാതയോരം, വഴിയരിക്. പുൽനാമ്പ്, പുല്ലിന്റെ മുള. ഓക്കെ, പുൽനാമ്പ് പറഞ്ഞ പുല്ലിന്റെ മുള അല്ലെ. പ്രതിധ്വനി, മറ്റൊരു. പ്രതിരോധിച്ചു, തടഞ്ഞു. ബഹുമതി, ബഹുമാനം, ആദരവ്. മഴ ഇരമ്പം, മഴയുടെ ശബ്ദം. ഇരമ്പം എന്നൊക്കെ കേട്ടില്ല, മഴന്റെ ഇരമ്പം എന്ന് പറഞ്ഞാൽ മഴന്റെ ശബ്ദം അല്ലെ. മാർദ്ദവം, മിനുസം. മിഴി, കണ്ണ്, നേത്രം, നയനമൊക്കെ പറയും അല്ലെ. മിഴിക്ക്, കണ്ണിന്. മേട്, ഉയർന്ന നിരപ്പായ സ്ഥലം. രാജമുദ്ര, രാജാവിന്റെ മുദ്ര. ഇവിടെ കിരീടം എന്നർത്ഥാണ്. ലാളിക്കുക, ഓമനിക്കുക. വാനമ്പാടി, മധുരമായി പാടുന്നൊരു പക്ഷി അല്ലെ. വിലാപം, കരച്ചിൽ. സ്വാന്തനം, ആശ്വസിപ്പിക്കൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഈ 3 ചാപ്റ്ററും ടീച്ചർ എടുത്തിട്ടുണ്ട്. 3 ഭാഗോട്ട ഒന്നിലുള്ള 3 പാർട്ടും ടീച്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താക്കുക, നന്നായി വായിക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്